എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് അനിയനെയും കൊണ്ട് ചെറിയ ചെറിയ പരിപാടികളുണ്ട് സുഹൃത്തുക്കളെ. അനിയനാണ് ഇനി കാറ് വാങ്ങാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് എന്നിട്ട് പരിപാടി അതിന് വേണ്ടി ലൈസൻസ് എടുക്കണം ഗൈസ്. ഇന്ന് ചെക്കന് ലൈസൻസ് എടുക്കണം, അതുപോലെ തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നീ ഒന്ന് റെഡിയായി സെറ്റായിരിക്കും. അതിനെക്കാട്ടും മുന്നേ ഞാൻ അമ്മേനെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരണം. അതിനെക്കാട്ടും മുന്നേ അമ്മേനെ കൊണ്ടാക്കിയതിന് ശേഷം എനിക്ക് കടയിലേക്ക് ഒരു പ്രിൻ്റർ വാങ്ങണം. അങ്ങനെ കുറച്ച് എല്ലാം കൂടി ഒതുങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ്. നമ്മുടെ കടയിലേക്ക് പ്രിൻ്റർ എന്നിട്ട് പറഞ്ഞത് നേരത്തെ പ്രിന്റർ എവിടെ കൊണ്ടുവയ്ക്കും? ഇവന്റെ തലയിലാണ് കൊണ്ടുവയ്ക്കാന്ന് പറയണ്ടായിരുന്നു. എൻ്റെ തലയിൽ നീ കൊണ്ടുവച്ച പ്രിന്ററിന് ഞാൻ ആക്ച്വലി ഷോപ്പ് വേറെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹൈവേയുടെ സൈഡിൽ കുറേ പേര് ഹൈവേയുടെ സൈഡിൽ പറയുന്നുണ്ട്. പക്ഷേ സൈക്കിളുകളെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് വാങ്ങുന്നൊരു ഇതായതുകൊണ്ട് തന്നെ ഹൈവേയുടെ സൈഡിൽ 40,000-50,000 രൂപ കൊടുത്ത് ഷോപ്പ് വലുതാക്കി ആൾക്കാരെ കാട്ടാൻ എനിക്ക് വലിയ മൈൻഡില്ല. അപ്പോൾ അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും പ്രിൻ്റർ അത്യാവശ്യമാണ്. പ്രിൻ്റർ വാങ്ങാമെന്ന് വിചാരിച്ചു. ഏതാ പ്രിൻ്റർ എന്നൊക്കെ അമ്മയോട് ചോദിക്കണം. അമ്മയുടെ ഓഫീസിൽ ഏതൊക്കെ ഉപയോഗിക്കണം. കുറച്ച് ഡീലേഴ്സിനൊക്കെ അമ്മയ്ക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പ്രിൻ്റർ പരിപാടികൾ എടുക്കാം. പോവാ വായോ എടാ സ്പ്രേ അടപ്പാ എടുത്തോ ഗൈസ്. നമ്മുടെ അണ്ടർ കൂട്ടനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നമ്മുടെ ജൂണോനെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ കൊക്കാല അവിടെയുള്ള ഒരു കടയിലേക്കാണ് അമ്മ എന്നെ പറഞ്ഞു വിട്ടിട്ട്. ഇവിടെ നിന്നാണ് ചുങ്കത്ത് ജ്വല്ലറിയിലേക്കൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ജ്വല്ലറിയുടെ ഒരിത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം അമ്മ ജ്വല്ലറിയിലായതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലെക്സി. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് പ്രിൻ്ററിൻ്റെ ഇത് കിട്ടിയത്. ഇൻസ്പയർ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയിലേക്കുള്ളതാണ്. അപ്പം ഞാൻ 5,000 രൂപയുടെ പ്രിൻ്റർ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞത് 13,000 രൂപ വരെയാണ്. അപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ വലുതായിട്ട് നമുക്ക് 13,000 രൂപയുടെ പ്രിൻ്ററിലേക്ക് പോകണോ അതിപ്പോൾ തന്നെ വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് 13,000 രൂപയുടെ ഒരു പ്രിൻ്റർ വാങ്ങി വെക്കുക എന്നാണ്. കാരണം നമ്മളെന്തായാലും എപ്പോഴും ഏറ്റവും ബെസ്റ്റ് തന്നെ ചിന്തിക്കണം. ഇതിനേക്കാട്ടും താന്നു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 4,000 രൂപയുടെ പ്രിൻ്റർ വാങ്ങാൻ വന്നാൽ ഞാൻ 13,000 രൂപയുടെ പ്രിൻ്ററിന് ഓർഡറിന് കൊടുക്കും, കൺഫേം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെഗ് ഡേ അടിച്ചിട്ട് കാലൊരു രക്ഷയില്ല കേസ്. ആഴ്ചയിൽ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ തന്നെ പ്രശ്നം. ഞാൻ ഒരാഴ്ചയായി ട്രെയിൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഈ 100 റൂട്ടർ എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. 13,000 രൂപയുടെ പ്രിൻ്റർ തന്നെ എടുക്കാം നമുക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 24,000 പ്രിൻ്റ് കിട്ടും അതിൽ. പിന്നെ 5,000 രൂപയുടെ പ്രിൻ്ററിന് ആക്ച്വലി 200 പ്രിൻ്റേ കിട്ടുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്കൊക്കെ മാറ്റണം. 750 രൂപ ഇങ്ക് മാറ്റാനൊക്കെ വരാം. അതുകൊണ്ടൊക്കെയാണ് അതിലേക്ക് മാറിയത്. എൻ്റെ പൊന്നെ, ഇതിലേതാ നമ്മുടെ വണ്ടി? KL 08 BZ 1189. ഇതന്നെ രണ്ടും ഒരേ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. കൺഫ്യൂഷനായി. പോട്ടെ ഗൈസ്. ഞാൻ അനിയനെയും കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കണം. ഈ പൊട്ടന് ലൈസൻസും ഇല്ല, ഒന്നുമില്ലാത്ത കാരണം തൊയിരക്കേടാ. അവനെയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കണം. ഷോപ്പ് പകുതി തുറന്നിട്ടിട്ട് നമുക്ക് അവനെയും കൊണ്ട് നടക്കാം. അപ്പോൾ ആ കടയിലേക്ക് ആരും വരലൊന്നുമില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ട് കടയിലൊക്കെ ഒന്ന് മാറി നടക്കാം, പോയിട്ട് വരാം. അപ്പോൾ പഠിക്കാൻ പോവാണ്. ജയിക്കോ? ഇത് കുറേ വട്ടം പോയി പഠിച്ചിട്ട് ഇതാക്കരുത് കേട്ടാ ഗൈസ്. ഇവിടെയാണ് പഠിക്കാവുന്നത്. എവിടെയാണ്? ഫസ്റ്റ് ഫ്ലോറിലല്ലേ? യൂണിവേഴ്സൽ ഫയർ എക്സ്ചേഞ്ച് കമ്പനിയാണ്. മേലെയൊന്നുണ്ട് ചെല്ലി ഗൈസ്. അനിയനെ ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഞാനും ഇവിടെ തന്നെ പഠിച്ചേട്ടാ. ഇതാണെന്നുണ്ട് CP ആണെന്നുണ്ട്. ഇതാണ് വരുന്നത് കേട്ടോ. ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഒല്ലൂരാണ് കേട്ടാ. എനിക്ക് എത്ര വയസ്സായി ഇപ്പോൾ? എത്ര? 19 വയസ്സായി മീശി താടി വന്നു തുടങ്ങിയാ? എന്തോ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടപ്പോഴാണ് ശ്രദ്ധിച്ചേ. ചില്ലേ കൊടുത്തോ, ഫയൽ കൊടുത്തോ, പരിപാടി നോക്കിക്കോ ഗൈസ്. നമുക്ക് കുറച്ച് സമയം പ്രോസസ്സിങ് ടൈം ഉണ്ടെന്നാ പറഞ്ഞ്. യോഹിൻ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് കൂടുണ്ടാ. 10,000 രൂപ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ആവും. തോൽക്കാണ്ട് ജയിച്ചു വരുമോ? ഇത് പിടിക്ക് ഗൈസ്. ഇതിൻ്റെ പ്രോസസ്സ് ഇതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. എന്തിട്ടൊക്കെയായിരുന്നു ഞാൻ എടുക്കുന്ന സമയത്തും 2 വീലറും 4 വീലർ ആയിരുന്നു. 3 വീലർ എടുക്കണ്ടേ? 5-6 വീല്
അല്ലെ 10-12 വീല്. അല്ല ജർമ്മനി പോയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഇവിടെ എടുത്ത് വെച്ചോ. ഇവിടുത്തെ ലൈസൻസ് തന്നെ മതി ജർമ്മനിയിൽ. അപ്പോ എന്തിട്ടേക്ക് ആവശ്യം വന്ന് ഇപ്പൊ എന്തിട്ടേക്ക് കൊടുത്തേന്ന്? ഇത് 3 കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞേ. തോൽക്കാണെങ്കിൽ എത്ര രൂപ എക്സ്ട്രാ കൊടുക്കണം? 2000 രൂപ കൊടുക്കണം തോൽക്കാണെങ്കിൽ. 1000 രൂപ 2000 രൂപ 1000-2000. ഈ മുടി അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടാ? ഞാൻ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് നിന്റെ മുഖത്ത്. നാണം വരട്ടെ നിനക്ക്? അപ്പോൾ നോക്കട്ടെ, കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞേ. ഞാൻ എടുക്കുമ്പോഴും 8,000-7,000 കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ഞാൻ എടുക്കുമ്പോൾ. ഞാൻ എടുക്കണ സമയത്ത് കേട്ടോ, എനിക്കറിയില്ല, ഓർമ്മയില്ല, കുറച്ച് വർഷങ്ങൾ മുന്നേ ആയിരുന്നു. അപ്പോൾ അനിയൻ ജർമ്മനിയിൽ പോയിട്ട് ജർമ്മൻ്റെ കാര്യം പിന്നെ പറയാം അല്ലേ? ജർമ്മൻ്റെ അപ്ഡേറ്റ് പിന്നീട് വ്ളോഗായിട്ട് ചെയ്യാം. ഹെലികോപ്റ്റർ പോണ്ടാ? പ്രായത്ര ഹെലികോപ്റ്റർ പീക്ക് മെയിൽ കണ്ടന്റ് ഒരു അതേ പോണു കല്യാണ്ട ആട്ടാ, കല്യാണ്ട ഹെലികോപ്റ്റർ. അതാണ് ആ കളറ്. മുതുക്കൻ ഹെലികോപ്റ്റർ കാണാൻ പറ്റും എപ്പോഴും. കാണുമ്പോ ഒരു കൗതുകല്ലേ. വലിയ വലിയ വർത്താനങ്ങളൊക്കെ വരുന്നില്ല. എന്താ ചെയ്യാ, ചെറിയ ആളൊന്നല്ല കേസ്. പണ്ടത്തെ ഇതൊന്നും അല്ലാട്ടോ അവൻ, ആകെ മാറിയവൻ. എനിക്ക് പണ്ടത്തെ വീഡിയോസ് ഓരോരോ ക്ലിപ്പുകളൊക്കെ വരും അനിയൻ്റെ ഈ സംഭവങ്ങൾ, പഴയ ചെറിയ ഓർമ്മകളില്ലേ, ഗൂഗിൾ മെമ്മറി 5 കൊല്ലം മുന്നേ 6 കൊല്ലം മുന്നേ ഇത്ര ചെറുതായിരുന്നു, കുരുപ്പായിരുന്നു. ഇപ്പൊ ചക്കപ്പോത്ത് പോലെയായി. നോക്കട്ടെ, പരിപാടി നോക്കട്ടെ. എന്നിട്ട് പറഞ്ഞവര് ഫൈനലായിട്ട് കഴിഞ്ഞല്ല? പേഴ്സണൽ ഇതൊന്നും ഇല്ലല്ലോ ഇതിൽ, വീഡിയോയിൽ കാട്ടണേ. ഗൈസ് ഇതാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഇനി ഇതിലെന്നിട്ട് ഐ ടെസ്റ്റ് അല്ലേ ചെയ്യണ്ടേ? ഞാൻ മറന്നത്, ഐ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഐ ടെസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കണോ? ഐ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അടുത്ത പ്രോസസ്സ് എന്തിട്ട് വരണേ? എന്നാ ക്ലാസ് തുടങ്ങാം? കാലത്താണോ വൈകുന്നേരം? സമയം ചോദിച്ചാ? ആഴ്ചയിൽ 3 ദിവസം. അപ്പോൾ ഒരു മാസം എത്ര ക്ലാസ് വരും? 30 ക്ലാസ് എന്തായാലും കിട്ടില്ലേ ഒരു മാസത്തില്? കണക്ക് 30-35 ക്ലാസ് വേണം നമുക്ക് കേട്ടാ. അത് നോക്കിയോളാം കൃത്യം. നമുക്ക് പോകാം കഴിച്ച് ഇവിടുന്ന്. ഐ ടെസ്റ്റ് എടുക്കണം കേട്ടാ അവൻ്റെ. ഞങ്ങൾ ഒരു ഐ ഹോസ്പിറ്റലിലെത്തി. അനിയൻ അവിടെ ഇരിക്കുന്നുണ്ട്, ആ അറ്റത്ത് അനിയൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഒരു ഐ ഹോസ്പിറ്റൽ. ഇനി ഇവിടെ നിന്ന് ഐ ടെസ്റ്റ് എടുത്തിട്ട് ഇവനെ നേരെ ഇനി കൊണ്ടുപോകണം കേട്ടോ. എങ്ങോട്ട്? നമ്മുടെ ഇവിടേക്ക് കൊണ്ടുപോകണം, ആ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വീണ്ടും കൊണ്ടുപോകണം കേട്ടോ. ചടങ്ങാണ് ഈ ചെക്കനെ കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കാൻ വേണ്ടി കേട്ടോ. ഇന്നലെ രാത്രി 10 മണി 11 മണി ആയപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ ഈ പൊട്ടൻ രാത്രി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് 2 സിപ്പ് അടിച്ചു. രാത്രി 1:30 വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. നല്ല ഹെവി കട്ട സാധനമായിരുന്നു. ഞാൻ 6 മണിക്ക് 4 മണിക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു മാക്സിമം 5 മണിക്ക് ശേഷം കഫീൻ ഇൻടേക്ക് ഇല്ല. കഫീൻ എന്ന് പറഞ്ഞ സാധനം തൊടില്ല കേട്ടോ. രാത്രി ഉറക്കം നല്ല രീതിയിൽ എന്നെ ബാധിക്കും. അതുകൊണ്ട് ഇന്നലെ അത് അടിച്ച് കയറ്റി ബോധം പോയി. ഇതിപ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഡാർക്ക് സർക്കിൾസൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാലാണ്. ഇന്ന് ലെഗ് ഡേ ആണ്, അതുകൊണ്ട് ലെഗ് ഡേയുടെ ഇതിന് വേണ്ടിയിട്ട് പവർ ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാതെ പറ്റില്ല കേട്ടോ. എന്തായാലും നോക്കി നോക്കട്ടെ. ഈ പൊട്ടനെയും കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കണം. എനിക്ക് കണ്ണ് ഭയങ്കര വേദന വന്നിട്ട് ഞാനൊരു സൺഗ്ലാസ് വാങ്ങി. 80 രൂപയുള്ളോട്ടത്തിന്. ഒന്ന് വിചാരിക്കരുത്, എൻ്റെ സൈക്ലിങ്ങിൻ്റെ ഗ്ലാസ്സിന് നല്ല വിലയുണ്ട് കേസ്. ഇതിപ്പോൾ തൽക്കാലം 80 രൂപയുള്ളൂ. കണ്ണ് അത്രയ്ക്ക് സ്ട്രെയിൻഡാണ്. വെയിലും ഒമ്മാതിരി വെയിലും. നിങ്ങൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺഗ്ലാസ് വയ്ക്കുക, സ്ലീവ് ഇടുക, വെള്ളം കുടിക്കാൻ നല്ലോണം. സ്റ്റേ ഹൈഡ്രേറ്റഡ് ഗൈസ്. ഇന്ന് കാലത്ത് ഞാനൊരു നല്ലൊരു കരിക്ക് കുടിച്ചു. പിന്നെ 2 ഇഡ്ഡലി കഴിച്ചു, 4 മുട്ട കഴിച്ചു. ഇനി കുക്കുംബർ കഴിക്കണം. ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഞാൻ ക്രിയാറ്റിൻ എടുക്കുന്ന കാരണം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേ കല്ല് വരും, കിഡ്നി സ്റ്റോൺ വരും എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ്. എന്നാലും എപ്പോഴും സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇനിയിപ്പോൾ ആ പൊട്ടൻ്റെ പരിപാടി എപ്പോഴാണ് കഴിയാൻ നോക്കട്ടെ കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ടവൻ. ലെറ്റ്സ് സീ ഗൈസ്. കഴിഞ്ഞോ നിൻ്റെ ഫുള്ള് ഐ ടെസ്റ്റ് എന്നിട്ട് പറഞ്ഞവർ?
എല്ലാം ഓക്കെയാ? കണ്ണ് കറക്റ്റാ? എന്നിട്ട് വായിപ്പിച്ച അവര്? എന്നിട്ട് വായിപ്പിച്ചേ? ആൽഫബറ്റ്സ്. അപ്പൊ സെയിം തന്നെയാ, പ്രത്യേകിച്ച് ഹൈടെക് ഒന്നും ഇല്ല കേട്ടാ. ഹൈ ടെസ്റ്റിന്റെ ആ പനീർ അത് ഇതാക്കണ്ട, രാത്രിയിലേക്കുള്ളതാ. പനീർ വാങ്ങി ഇനി വീണ്ടും ഇവനെ എഴുന്നള്ളിച്ച് CP-യിലേക്ക് പോകണം അല്ലേ? ഇനി വാ CP-യിലേക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. ഇന്നൊരു ഹെവി ഡേ ആയിരുന്നു കേട്ടാ. ഹെവി ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിലത്ത് കിടന്ന് ഓടണ പരിപാടി ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല. റൈഡാണെങ്കിൽ കൂടി മോർണിംഗ് മാത്രമേ നമുക്ക് റൈഡ് ഉള്ളൂ കേട്ടോ. ഇത് ഇവനെയും കൊണ്ട് ഓടി 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 ഏകദേശം ഒരു തീരുമാനമായി. എന്തേ എന്നൊരു വാക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ? 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ? വെറുതെക്കൊന്നല്ല, പറയുമ്പോ പറയണം. ഇവനൊന്നിനൊരു വലിയില്ല. ഇനി ലൈസൻസ് കിട്ടിയിട്ട് അനിയൻ ആണ് വീട്ടില് കാർ വാങ്ങാൻ പോണത് അല്ലേ? ആദ്യത്തെ ലൈസൻസ് എടുക്കണത് എന്തിനാ നീ? ഏത് വണ്ടി? നീ ഒരു സ്ഥലത്ത് നിക്ക്. ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടല്ലേ, ഒരു സ്ഥലത്ത് നിക്ക്. എന്തിനാ ലൈസൻസ് എടുക്കണ പിന്നെ നീ? വണ്ടി ഓടിക്കാൻ. ഏത് വണ്ടി? ഏതെങ്കിലുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മനസ്സിലുള്ളത്? മോൻ വണ്ടി ഒരു ബൈക്ക് വാങ്ങില്ലേ? ഒരു സ്കൂട്ടർ ഒരു ഇതാ ലോണില് വാങ്ങാം. അപ്പൊ ഒരു എന്നോട് അമ്മ പറഞ്ഞത് ഇവന്റെ പ്രായത്തില് 19-20 വയസ്സിൽ ഒരു ഇരുത്തം വരുന്ന. അപ്പൊ തൊട്ട് ഇങ്ങനെ ഓരോ ഇരുത്തങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. ആദ്യം ബൈക്കിന്റെ ലോൺ, കാറിന്റെ ലോൺ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത് പിന്നെ സൈക്കിളിന്റെ ലോണായിരുന്നു. അങ്ങനെ ഓരോരോ ലോണുകൾ ഇങ്ങനെ കയറി തുടങ്ങും. വലിയൊരു സ്റ്റെപ്പാണത്. ഇതന്നെ ഇവിടെ നിക്കടാനും ഇത് ആന്ന് പറയലടാ, ഒന്ന് സമാധാനമായിട്ട് നിക്ക്, നീ കൂളാവ്. അപ്പോ അങ്ങനെയാ, നേരെ നോക്ക, ശരിക്കും നിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് പരിപാടികളും കാര്യങ്ങളൊക്കെ. അനിയൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഇത് തന്നെയായിരുന്നു മെയിൻ പരിപാടിയുടെ. ഇന്ന് എനിക്ക് ഉച്ചയ്ക്കൊന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങണം, രാത്രി ഉറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അമ്മമ്മ പുളി ഇത് വെട്ടിയാ? നാരങ്ങ വെട്ടിന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. ചെറിയൊരു വ്ളോഗായിരുന്നു. വെയിലത്ത് ഇത്രയും കിടന്ന് ഓടാറില്ല, നല്ല ക്ഷീണമല്ല. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ബ്രൂ കോഫി എന്ത് നീ ആ ബ്രൂ വാങ്ങിയത്? ഞാൻ അത് മറ്റേ ഇതാന്ന് വിചാരിച്ചിട്ടേ, ഇൻസ്റ്റന്റ് കോഫിയുടെ 2 രൂപയുടെ പാക്കറ്റാന്ന് വിചാരിച്ചിട്ടാണോ വാങ്ങിയത്? 40 രൂപയുടെ പാക്കറ്റ്. 40 രൂപയ്ക്ക് ജ്യൂസാ വന്ന് ഇൻസ്റ്റാമാർട്ടിന്ന് വാങ്ങിയത് കേട്ടോ. 2 സിപ്പ് അടിച്ചോളൂ. ഏകദേശം തീരുമാനമായി രാത്രിയിൽ തുറക്കാം. അപ്പോൾ എന്തായാലും പോയി കിടന്ന് ഉറങ്ങണം. കുറച്ച് റീൽസ് എഡിറ്റ് ചെയ്യാനുണ്ട്, റീൽസ് എഡിറ്റ് ചെയ്യണം. കട പോയി തുറക്കണം. 11:30 അപ്പോൾ ആ പരിപാടി ഉണ്ട്, അത് ജോഹിൻ നോക്കിയോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയൊരു വിശേഷം വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ 6 മണിക്കാണ്. ടിൽ ദെൻ ബൈ.